ഇന്നത്തെ റെസിപ്പി ഒരു പരിപ്പ് കറിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്കിപ്പോൾ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ എവിടെയും പോയിട്ട് വരുമ്പോൾ കറിയൊന്നുമില്ല, വേഗം ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പച്ചരി ചോറും ഉണ്ടാക്കി ഈ കറിയും ഒരു മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ തൈരോ മതി, നന്നായിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണിത്. ഇത് ഒരു തമിഴ് സ്റ്റൈൽ പരിപ്പ് കറിയാണ്. നമുക്ക് സാധാ നമ്മുടെ ചോറിൻ്റെ കൂടെയും യൂസ് ചെയ്യാം. ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഇത് തോരപ്പരിപ്പാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ചെറുപയർ പരിപ്പോ അതല്ലെങ്കിൽ മസൂർ ദാലോ ഇതിന് വേണ്ടി ഉപയോഗിക്കാം. ഇത് ഞാൻ ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്തിട്ടാണ് ഞാൻ വേവിക്കാൻ വെച്ചത്. ഞാൻ ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിൽ ഞാനൊരു 10-15 മിനിറ്റ് ഞാൻ കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കും. അപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 7-8 ചെറിയ ഉള്ളി, ഇത്രയും എടുക്കണം. ഇത് കുക്കറിലേക്കിട്ട് അതിൻ്റെ കൂടെ പരിപ്പിൻ്റെ കൂടെ വേവിക്കണം. പിന്നെ ഒരു അര ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോയുടെ പകുതി അതല്ലെങ്കിൽ ഒരു ചെറിയ ടൊമാറ്റോ, ഇത്രയും നമ്മൾ ഇത് പരിപ്പിൻ്റെ കൂടെ ഇട്ട് വേവിക്കാനുള്ളതാണ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ സവാള, അത് ഒരു ചെറിയ സവാള അത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയും എല്ലാം കൂടി നമ്മൾ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ട് വെന്തുടയുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. നിങ്ങൾക്കിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണ്, കുറച്ച് വിറ്റാമിനൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ ഇതിലൊരു ക്യാരറ്റ് മുറിച്ചിട്ട് ഈ വേവിക്കുന്ന സമയത്ത് കൂടെ ഇട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അതങ്ങ് വെന്തുടഞ്ഞോളൂ അതിൻ്റെ കൂടെ. അപ്പോൾ കുട്ടികൾ അറിയേയില്ല ഇതൊക്കെ ഇട്ടെന്ന്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ചില്ലി പൗഡർ, മുളക് പൊടി, പിന്നെ കുറച്ച് ഒരു അര സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ഇട്ട് നമ്മൾ വേവിച്ചെടുക്കണം. വെള്ളം അധികം വയ്ക്കരുത്, അപ്പോഴാണ് നമ്മൾ കുക്കറിൽ വിസിൽ കേൾക്കുമ്പോൾ വെളിയിലേക്ക് വരുന്നത്. ഇനി മിക്സിയുടെ ബൗളിലേക്ക് ഒരു അര കപ്പ് തേങ്ങ ഒരു അരക്കപ്പ് മതി. ഇപ്പോൾ അരക്കപ്പ് തോരപ്പരിപ്പേ ഞാൻ എടുത്തോളൂ. അതിൻ്റെ കൂടെ ഒരു ചെറിയ സ്പൂൺ ജീരകം കൂടി, ഇപ്പോൾ ടീസ്പൂൺ ആണെങ്കിൽ അര സ്പൂൺ മതി. ചിലർ ചെറിയ ഉള്ളി ചേർക്കും, ഞാനത് ചേർക്കുന്നില്ല. എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് അത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ ജീരകം മാത്രമേ ഇട്ടുള്ളൂ. ഇത് നന്നായിട്ട് മഷി പോലെ അരച്ച് നമ്മൾ വേവിച്ച പരിപ്പിലേക്ക് ചേർത്ത് കുറച്ച് ഇളം ചൂടുവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ആ സമയത്ത് ചേർത്ത് കൊടുക്കണം, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. ഇനി നമ്മൾ കടുക് താളിച്ചിടണം. അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം തിളയ്ക്കുമ്പോൾ. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് താളിക്കണം. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ഇടാം. എനിക്ക് ചെറിയ ഉള്ളി ഇടുന്ന അത്രയ്ക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഞാനിടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് വഴറ്റി ചേർക്കാം. അപ്പോൾ ഇതും കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.